MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. അപ്പം അമ്മ കുടുംബസംഗമം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ബീനശേഷിയാണ്. ചേച്ചി ഇന്നലെ പറഞ്ഞ പോലെ മോനൊക്കെ അതെ കണ്ണനുണ്ട്. ഒളിമീശയൊക്കെ വളരെ ഒടിമീശ മുടക്കണ കാലമാണ് ഇപ്പോ. മുടി വെട്ടിയവൻ ഇങ്ങോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ഗ്ലാമർ വെച്ചാണോ? ആണോ? അല്ല സ്ഥിരമായിട്ടുള്ളതാണ് അവര്. നമ്മള് കണ്ട കുഞ്ഞു കൊച്ചായിരുന്നു. അതാണ് എല്ലാരും പറയും പെട്ടെന്ന് ഇവനെ കണ്ടപ്പോ അയ്യോ മീശ കൊച്ചു വലിയ ആളായി പുരുഷനായി. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ് ചേച്ചി? ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എക്സൈറ്റ്മെന്റ് പിന്നെ സന്തോഷം പിന്നെ കുടുംബ നമ്മുടെ സംഗമല്ലേ. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട്? അടിച്ച് പൊളി തന്നെ ഇന്ന് രാവിലെ തുടങ്ങി രാത്രി വരെ. കണ്ടറിയാം. ഇല്ല ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. അതൊക്കെ വൈബില് പോവും. തോറ്റാൽ കൂവുക, ജയിച്ചാൽ കയ്യടിക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം അടിപൊളിയായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മളിത് സ്ട്രീം ചെയ്യുന്നത് അമ്മയുടെ യൂട്യൂബ് ചാനലിലും 1-2 ടോക്സ് ചാനലിലും. അപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 1-2 ടോക്സിലും അമ്മയുടെ യൂട്യൂബ് ചാനലും നമ്മുടെ ഒഫീഷ്യൽ ചാനലിലും വരും. അപ്പൊ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ കൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ബൈ. അപ്പോ രാധികമ്മ, കുടുംബസംഗമം ആദ്യത്തെ കുടുംബസംഗമാണല്ലേ? അതെ, ആദ്യമായിട്ട് കുടുംബസംഗമത്തിന് തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇവിടെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എക്സ്പീരിയൻസ് പറയാറായിട്ടില്ലല്ലോ, കാരണം തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. അതെ, അത് ശരി. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഇപ്പം അമ്മയുടെ ജോയിൻ ആയിട്ട് എത്ര കാലായി? നിവേദ്യം എന്നുള്ള സിനിമയുടെ അത് ഏത് കൊല്ലാണെന്ന് അറിയില്ല, അന്ന് മുതൽ ഞാൻ അമ്മയുടെ അംഗമാണ്. ഇപ്പോൾ അമ്മയുടെ പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുടുംബസംഗമമാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് തോന്നുന്നത്? അത് അമ്മയുടെ കുടുംബാംഗങ്ങളെ നമ്മൾക്ക് പരിചയമാവുന്നത് വളരെ നല്ല കാര്യമാണ്. എൻ്റെ കുടുംബം ഒന്നും ഇവിടെ ഇല്ല, അതാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ഉണ്ടോ? ഞാനില്ല, എനിക്ക് സുഖമില്ല, അത് കാരണം ഐ എം നോട്ട് participating in anything. So അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം അമ്മ കുടുംബസംഗമം 2025 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് യമുന ചേച്ചിയാണ്. യമുന ചേച്ചി നമസ്കാരം. ഫുൾ സെറ്റ് അല്ലേ? ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു ഡാൻസ് ഒക്കെ. എന്തായി? ഒരു പരുവത്തിനൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ വേറെ കലാപരിപാടികൾ, കായിക പരിപാടികളൊക്കെ? വടംവലിയുണ്ട്, പിന്നെ കുക്കറി ഷോയിലുണ്ടാവും. അങ്ങനെ ചുമ്മാ പിന്നെ ഓളായിട്ട് ഇങ്ങനെ എല്ലാം. ഇത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു പ്രോഗ്രാം അല്ലേ, ഇന്നെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലേ, എല്ലാത്തിലും എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ഇന്നലെയൊക്കെ റിഹേഴ്സൽ ആയിരുന്നു. ഇന്നാണ് നമ്മുടെ ഒഫീഷ്യൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഫാമിലിയിലാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ദേവേട്ടനും പിള്ളേരൊക്കെ ഇവിടെ? ദേവേട്ടൻ വരും, ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തും, ട്രിവാൻഡ്രത്തുനിന്ന് വരും. മോള് മൂത്താളില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല, പുറത്ത് പോയി. ഇളയാള് എക്സാം നടക്കുന്നു, അപ്പോൾ വരാൻ പറ്റില്ല. അപ്പം ദേവേട്ടൻ എന്തായാലും ഉണ്ടാവും. ദേവേട്ടന്റെ കുറച്ച് ഫാൻസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ ചേച്ചി ഫുൾ സെറ്റ് ഫുൾ പവർ. അതെ, ഓക്കെ, അപ്പം നടക്കട്ടെ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, സോ അമ്മ കുടുംബസംഗമം നമ്മളിത് എല്ലാവരും ഓരോരോ ആൾക്കാരായിട്ടാണ് വന്നോണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലേ, ഇന്ന് വീണ്ടും അഞ്ജു ചേച്ചിനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇന്ന് അഞ്ജു ചേച്ചി മാത്രല്ല, കുടുംബസംഗമാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് കുടുംബം വേണ്ടേ? തീർച്ചയായിട്ടും വിളിക്കാം. അത് അമ്മയല്ലേ അല്ലേ? അഞ്ജു ചേച്ചിയുടെ അമ്മ വന്നിട്ടുണ്ട്, മകള് പിന്നെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. അനിയത്തിയുടെ ഇത് ഇവിടെ നിന്നോളൂ. ഓക്കെ, അപ്പൊ ഇതാ കുടുംബസംഗമം എന്ന് പറയുമ്പോൾ നമ്മള് കുടുംബത്തിനെ മൊത്തം പരിചയപ്പെടുത്തണം അല്ലേ? അപ്പൊ ഓക്കെ, പേരെങ്ങനെയാ? ആദിത്യ. കണ്ണൂരാണോ? അല്ലല്ല, കോഴിക്കോട്. ഓക്കെ, അമ്മയുടെ പേരെങ്ങനെയാ? നല്ല പേര്, ഇഷ്ടപ്പെട്ടു. മോളുടെ നമ്മളെ പരിചയപ്പെട്ടല്ലേ? അൻവി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അഞ്ജു ചേച്ചിയുടെ കുടുംബം. കാണുന്നതായിരിക്കും എല്ലാരും, എന്നാലും നമ്മൾ ഒന്നുകൂടെ അമ്മ കുടുംബസംഗമത്തിൽ. അപ്പൊ ഇവർക്കാണ് എന്ത് പറയാനുള്ള? എക്സൈറ്റഡ് ആണ്. ഇതിന്റെ അപ്പുറം അമ്മക്ക് എന്താ തോന്നുന്നത്? സന്തോഷായോ? അമ്മയ്ക്ക് എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ വിഷമം. അമ്മ ഞാൻ അഭിനയിച്ചിരുന്ന കാലത്ത് ലളിതാമ്മ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു അമ്മ. അപ്പൊ അവരെയൊക്കെ അമ്മ മിസ് ചെയ്യല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു വിഷമം. എന്നാലും അല്ലേ അമ്മ ഇന്ന് പറഞ്ഞേ ഉള്ളൂ വരുമ്പം എന്റെ കൂട്ടുകാരെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരി, ഇന്നലെ ആരൊക്കെ ആർട്ടിസ്റ്റ് പറയുന്നത് കേട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അവരൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോരോ വരുന്ന നമ്മൾ ഇന്നസെന്റ് ആയിട്ടുണ്ടായാലും എല്ലാവരും നമുക്ക് എല്ലാവരും മിസ് ചെയ്യുന്നു. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് പുതിയ പുതിയ ആൾക്കാരെ എല്ലാം കാണാല്ലേ. ഒരു
ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ലക്കി ഡ്രോ കിട്ടോ? ഏത് ടീം ജയിക്കുന്നേട്ടെ? ലാലേട്ടൻ ജയിക്കുന്നില്ലേ? അമ്മ ലാലേട്ടൻ ടീമിലായതുകൊണ്ട് അവള് ലാലേട്ടൻ ടീം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ട്, നമുക്ക് എല്ലാരും പരിചയപ്പെടുത്താം. വീണ്ടും അഞ്ജു ചേച്ചിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ ലൈവ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഡാൻസ് ഒക്കെ തകർപ്പനാന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്, താങ്ക് യു അമ്മ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ഇർഷാദ് ഖാൻ, നമ്മൾ കുറെ നാളായിട്ട് കാത്തിരുന്ന ആ ദിനം വന്നെത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അമ്മയിലെ എല്ലാ മെമ്പർമാരുടെയും കുടുംബങ്ങളെ കാണാം. എല്ലാ മെമ്പർമാരെയും നമ്മൾ അമ്മയുടെ മീറ്റിങ്ങിൽ പലപ്പോഴും അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് കാണാം. കുടുംബങ്ങളെ കാണുന്നു, കുടുംബാംഗങ്ങളായിട്ട് ഒത്തുചേരുന്നു, അവരുമായിട്ട് ഗെയിം കളിക്കുന്നു. ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഫാമിലി ആരെങ്കിലും വന്നിട്ടുണ്ടോ? കുടുംബസംഗമത്തിന് ഫാമിലി എവിടെ എവിടെ എവിടെ? എന്റെ ഫാമിലി ഇത് പറഞ്ഞ വൈഫ് ബഹ്റൈനിലാണ്, മോൻ പൂനെയിൽ പഠിക്കുകയാണ്. അപ്പൊ ആരുമില്ല, ഞാൻ ഒറ്റത്തടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നിവിടെ എന്തൊക്കെയാണ് മത്സരങ്ങൾ? ഞാനിതാ വടംവലിയിലുണ്ട്. ഏത് ടീം? സുരേഷ് MP മന്ത്രിയല്ലേ, കേന്ദ്രമന്ത്രിയുടെ കൂടെയാണ്. ഇന്ന് കൊണ്ടുപോവോ കപ്പ്? ഉറപ്പല്ലേ, നമ്മൾ തന്നെ എടുക്കും. ഫുൾ കോൺഫിഡൻസ്, ഫുൾ ഓൺ ഫുൾ പവറിലാണ് ഇർഷാദ് ഖായും നമ്മുടെ സുരേഷ് ചേട്ടന്റെ ടീമിന് വേണ്ടി ഫുൾ ഓൺ ഫുൾ പവറിൽ ഇർഷാദ് ഖാൻ റെഡിയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഒറ്റയ്ക്ക് വന്ന ഇർഷാദ് ഖാൻ വലിയൊരു ഫാമിലി അല്ലേ അല്ലേ ഇവിടെ ഉള്ളത്? പിന്നെ അതല്ല, അതിനൊക്കെ വലിയ ഫാമിലി വേറെ അല്ല. അപ്പൊ അടിച്ചു പൊളിക്കൂ ഇന്നത്തെ ദിവസം, സൂപ്പർ ആകട്ടെ. താങ്ക് യു. അമ്മ കുടുംബ സംഗമം 2025 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. ഓക്കെ, അപ്പൊ അടിപൊളി ലുക്കിലാണല്ലോ, വെറൈറ്റി ലുക്കിലാണല്ലോ. ഞാനോ? അതെ, ഉള്ളതാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിചാരിച്ചു ഞാനൊരു സ്പിരിച്വൽ ലെവലിലാണ്. പിന്നെ ഇപ്പൊ സ്പോർട്സിനുള്ളത് കാരണം യൂണിഫോം ഇടേണ്ടത് കൊണ്ട് ഞാനിത് വന്നതാ. അതിനുശേഷം ശരിക്കുള്ള ഞാൻ സാരിയൊക്കെ ഇവിടുത്തെ പ്രത്യക്ഷപ്പെടും. പക്ഷെ ഇപ്പം സ്പോർട്സ് ഞാൻ ഇവിടുത്തെ ലൈഫ് മെമ്പറാ. അതായത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ലൈഫ് മെമ്പർ. അപ്പൊ ഇച്ചിരി സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള ആളാ. അപ്പൊ അതുകൊണ്ട് വരുമ്പോ ഇങ്ങനെ ഒരു ഡ്രസ് ഇട്ടിട്ട് വന്നു. ഇനി കുറച്ച് കഴിയുമ്പോ അത് മാറും. ശരിക്കും ഒരു സ്പിരിറ്റിലേക്ക് വരും അല്ലേ? അപ്പൊ നമുക്കിപ്പോ ഉള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. എങ്ങനെയുണ്ട് കലാകായിക പരിപാടികളിലൊക്കെ ഏതൊക്കെയാണ് പങ്കെടുക്കുന്നത്? അതായത് എൻ്റെ മകൻ ഒരു നടനാണ്, സിനിമയും ഇതൊക്കെയുള്ള. അപ്പൊ അവൻ കുഞ്ഞിലേ മുതൽ ക്രിക്കറ്റിൽ പ്ലെയറാണ്. അവൻ ഇപ്പൊ അയർലൻഡ് പോയിട്ട് അവിടെ ടീം ഉണ്ടാക്കി. അപ്പൊ ആ മകന്റെ അമ്മയാണ് ഞാൻ, മനസ്സിലായി? അപ്പൊ അപ്പം ഞാൻ കളിക്കുന്നില്ല, ഞാൻ വടംവലി അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. പക്ഷേ സ്പോർട്സ് എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ കരുത്ത്, മനസ്സിന്റെ ഉന്മേഷം ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബലമുള്ള ശരീരവും ബലമുള്ള മനസ്സും ബലമുള്ള ശബ്ദവും ഉണ്ടാകണമെങ്കിൽ സ്പോർട്സ് മുഖ്യമാണ്. അപ്പം ഒരു കലാരംഗത്ത് ഇതുപോലെയുള്ള, അപ്പൊ അമ്മ അസോസിയേഷൻ ആദ്യമേ നമുക്ക് ക്രിക്കറ്റ് കൊണ്ടുവന്നു, പിന്നെ ഫുട്ബോൾ കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ വരും തലമുറയിലുള്ള മനുഷ്യർക്ക് സ്റ്റിഫ് ആൻഡ് നമ്മുടെ എല്ലാ ബലവും കാണിച്ചു കൊടുക്കാനുള്ള ഒരു വേദിയായിട്ട് തന്നെ. കാരണം പലരിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടല്ലോ പിന്നെ നല്ല നല്ല സ്പോർട്സ് സ്പിരിറ്റ്. അപ്പൊ അത് ഇങ്ങനെ ഞാനിവിടെ ടേബിൾ ടെന്നീസ് എല്ലാം, നീന്തൽ എല്ലാം ചെയ്യുന്നതാണ് ഇവിടെ. പക്ഷെ ഇവിടുന്ന് ഞാൻ തിരുവനന്തപുരത്തായത് കാരണം ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. എന്തായാലും കുടുംബസംഗമം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഫാമിലിയിലുള്ള ആൾക്കാർ ആരൊക്കെ വരും? എന്റെ ആരും വരാനില്ല മോളെ, എല്ലാവരും ഇന്ത്യക്ക് വെളിയിലാണ്. ഞാൻ മാത്രമേ, അതെ, എൻ്റെ ആരും ഇപ്പോൾ ഇവിടെ ഇല്ല. അറ്റ് പ്രസന്റ് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മക്കളെല്ലാം ലണ്ടനിലും അയർലൻഡിലും ഒക്കെയാണ്. അപ്പൊ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പരിപാടി കാണാൻ വേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾക്ക് ഓപ്ഷൻ ഇതാണ്, നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് പോകുന്നത് അമ്മയുടെ യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ 1-2 ടോക്സ് എന്ന ചാനലുമാണ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.